വർഷം മുന്നേ നമ്മുടെ കഥ ഇവിടെ ആരംഭിക്കുകയാണ്. ഈ കഥ വളരെ കുറച്ചു പേർക്ക് മാത്രം അറിയാമായിരിക്കും. അങ്ങനെ നമ്മുടെ വിശ്വാസിന്റെ അനിയനായ റേസ്റ്ററും നല്ലതുപോലെ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ കളിച്ചു വരുന്ന ഒരു സമയം. അപ്പോൾ ഇതൊരു ഇൻസിഡന്റിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അന്നത്തെ നടന്നൊരു കാര്യം ഇച്ചിരി സങ്കടകരമായ കാര്യമായിരുന്നു. അപ്പോൾ ഞാനത് പോയി റേസ്റ്ററിനടുത്ത് ഇപ്പോൾ ചോദിച്ചപ്പോഴത്തേക്കും റേസ്റ്റർ പറഞ്ഞെന്ന് വെച്ചാലും കുഴപ്പമൊന്നുമില്ല, അത് എടുത്തില്ല, സീരിയസ് ആയിട്ട് എടുത്തില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ രജിസ്റ്റർ പറഞ്ഞ ആ ഒരു സ്ക്രീൻഷോട്ടും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒരു 3 വർഷം മുന്നേ ഇപ്പോഴത്തെ ഇന്ത്യൻ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ഒക്കെ ആവുന്നതിന് മുന്നേ സാധാരണ ഒരു പയ്യൻ എല്ലാവരെയും പോലെ തന്നെ ഫ്രീ ഫയറും കാര്യങ്ങളൊക്കെ കളിക്കുമെങ്കിലും മറ്റുള്ളവരിൽ നിന്നും ഒരു പ്രത്യേക സ്കില്ല് നമ്മുടെ രജിസ്റ്ററിനുണ്ടായി. ഇവിടെ എല്ലാവരും വന്ന് ബോഡി ഷോട്ടിന് വേണ്ടി പഠിക്കുന്ന സമയത്ത് രജിസ്റ്റർ അന്നേ ഹെഡ് ഷോട്ടുകൾ അടിക്കുമായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് 50 പേര് ചേർന്ന ഡിസ്കോഡിൽ നമ്മുടെ നയ്യാമ്പറോടെ ലൈവ് ഒരു കസ്റ്റം മാച്ച് കളിക്കുകയാണ്. അപ്പോൾ അൺലിമിറ്റഡ് ഗ്ലോവാൾ കസ്റ്റമാണ്. നമുക്കറിയാവുന്ന കുറെ പേര് ആ ഒരു കസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വാക്സ് ട്രിപ്പിൾസ് ഉണ്ട്, അതായത് നമ്മുടെ SK വരെ ആ ഒരു കസ്റ്റത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വാക്സിനെയൊക്കെ ആദ്യമേ തന്നെ കൊന്നായിരുന്നു. അപ്പോൾ അന്ന് നമ്മുടെ രജിസ്റ്ററിന് അത്രയ്ക്ക് ആർക്കും അറിയത്തൊന്നുമില്ല. അപ്പോൾ അന്ന് നമ്മുടെ രജിസ്റ്റർ ഒരു മലയാളി പ്ലെയറിനെ ആ ഒരു കസ്റ്റത്തിൽ ഹെഡ് ഷോട്ട് അടിച്ച് കൊല്ലുകയാണ്. കളി കണ്ട ഭൂരിഭാഗം പേരും ഒരേ സ്വരത്തിൽ പറഞ്ഞു ഇവൻ ഹാക്കർ ആണെന്ന്. അന്ന് ആ ഒരു പ്ലെയറിനെ കൊന്നതിന്റെ പേരിൽ രജിസ്റ്റർ കേൾക്കാത്ത തെറിയില്ല. അത്രയും പേരും ഡിസ്കോഡിൽ കേട്ട് നിൽക്കാൻ നമ്മുടെ രജിസ്റ്ററിനെ നല്ലതുപോലെ തെറി വിളിച്ചു. രജിസ്റ്ററിനെ ഹാക്കറിനെ വിളിച്ച് ഒരുപാട് കളിയാക്കി, നല്ല രീതിക്ക് തെറി വിളിച്ചു. എല്ലാവരും ഒരു നിമിഷത്തേക്ക് സൈലന്റ് ആയി നിന്നു, കാരണം അത്രയ്ക്ക് നല്ല രീതിയിലാണ് രജിസ്റ്ററിനെ തെറി വിളിച്ചത്. അപ്പോൾ ആ ഒരു കാര്യമാണ് രജിസ്റ്ററിന് ഞാൻ ഇപ്പോൾ ചോദിച്ചത്, നിനക്കന്ന് ഫീൽ ആയോ എന്ന്. അപ്പോൾ രജിസ്റ്റർ പറഞ്ഞത് ഐ നെവർ ഫീൽ സാഡ്, ഐ ഫീൽ ഹാപ്പി എന്നൊക്കെയാണ് പറഞ്ഞത്. അതാണ് രജിസ്റ്ററിന്റെ മനസ്സ്. ഇന്ന് പലരുടെയും കളിയാക്കലുകളൊക്കെ ഏറ്റുവാങ്ങിയെങ്കിലും ആ ഒരു പയ്യൻ അവിടെ നിന്ന് പിൻവാങ്ങിയില്ല. അപ്പോൾ മലയാളികൾ എന്തായാലും രജിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്യത്തില്ല. അങ്ങനെയാണ് നമ്മുടെ രജിസ്റ്ററിനെ ഗ്യാങ് സുജാൻ സപ്പോർട്ടൊക്കെ ചെയ്യുന്നത്. അന്ന് രജിസ്റ്റർ എല്ലാവരുടെയും ഡെയിലി കസ്റ്റമറും കാര്യങ്ങളും അങ്ങനെ കുറെ കസ്റ്റമറും കാര്യങ്ങളെല്ലാം വന്ന് കളിക്കുമായിരുന്നു. കാരണം അന്ന് അത്രയ്ക്കും ഫെയിമും കാര്യങ്ങളൊന്നുമില്ല. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് റോക്ക് ഇൻട്രോഡർ എന്ന് പറഞ്ഞ മച്ചാനുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മച്ചാന്റെ ലൈവിലൊക്കെ നമ്മുടെ രജിസ്റ്റർ വന്ന് കളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് പ്രൈസ് എന്തോ ഒരു ബാഗ് എന്തോ ആയിരുന്നു. അപ്പോൾ നമ്മുടെ റോക്ക് ഇൻട്രോഡറിന്റെ ലൈവിലാണെന്ന് തോന്നുന്നു, അപ്പൊ എനിക്ക് കറക്റ്റ് ആയിട്ട് ഓർമ്മയില്ല. അപ്പോൾ രജിസ്റ്റർ എന്തായാലും കുറെ തെറിവിളിയും കാര്യങ്ങളും എല്ലാം കേട്ടും എന്നിട്ട് ഒട്ടും തളരാതെ തന്നെ മുന്നോട്ട് പോവുകയാണ്. നമ്മുടെ ഗ്യാങ് സുജാൻ ദൈവത്തെ പോലെ വന്ന് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ഗെയിമിലെ സ്പെക്കർ നോക്കുകയാണെങ്കിൽ മിക്കവരുടെയും ഗെയിമിലെ ഹാക്കായിട്ടൊക്കെ തോന്നും, കാരണം ബോഡി കടിക്കാൻ നേരത്തെ തലയ്ക്ക് ഡാമേജ് കാണിക്കുന്നൊക്കെ പറയും. അപ്പോൾ അതിനൊക്കെ കുറെ പ്രൂഫും കാര്യങ്ങളൊക്കെ വെച്ച് കുറെ ബംഗാളിമാരൊക്കെ നമ്മുടെ രജിസ്റ്ററിനെ എക്സ്പോസ് ചെയ്തു. കുറെ കളിയിലും ഗ്യാങ് സുജാൻ ചത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ രജിസ്റ്ററിന്റെ കളിയാണ് വരുന്നത് ലൈവില്. അങ്ങനെ കുറെ ബംഗാളികൾ ആ ഒരു ലൈവിലൊക്കെ കമന്റ് ഇട്ടു, ഗ്യാങ് സുജാൻ ഹാക്കറിനെ വെച്ചാണ് കളിപ്പിക്കുന്നത്, രജിസ്റ്റർ ഹാക്കർ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ തന്നെ ഗെയിമിലെ സ്കില്ല് തെളിയിക്കണമെന്ന് രജിസ്റ്ററിന് തോന്നി. അപ്പൊ തന്റെ നേരിട്ടുള്ള ആ ഒരു സ്ക്രീൻ റെക്കോർഡും കാര്യങ്ങളൊക്കെ ആൾക്കാർ കാണണമെന്ന് തോന്നിക്കൊണ്ട് തന്നെ നമ്മുടെ രജിസ്റ്റർ ഹാക്കർ അല്ലെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് മാസങ്ങൾക്ക് ശേഷം മധുര പ്രതികാരം എന്നതുപോലെ നമ്മുടെ രജിസ്റ്റർ ചാനൽ 1M അടിക്കുകയാണ്. തന്റെ ഗെയിമിലെ സ്കില്ല് എല്ലാവരും കണ്ട് താൻ ഹാക്കർ അല്ലെന്ന് എല്ലാവരും മനസ്സിലാക്കി അവിടെ നിന്നും തന്റെ ചാനൽ കുതിച്ചുയർന്നു. പിന്നെ വെളിയിലുള്ള പല യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്തു. തന്റെ ഹേറ്റേഴ്സിനെയും സ്വന്തം ഫാൻസ് ആക്കി മാറ്റി താൻ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാസ്റ്റസ്റ്റ് പ്ലെയർ ആവുകയാണ്. അസുമോസ് ഉൾപ്പെടെയുള്ള വേറെ സർവ്വ യൂട്യൂബേഴ്സും നമ്മുടെ രജിസ്റ്ററിനെ റിയാക്ട് ചെയ്തു. ഇന്ത്യയിൽ മാത്രമല്ല ലോകമെമ്പാടും ഫ്രീ ഫയർ കളിക്കുന്ന ഏതൊരു പ്ലെയറിനടുത്തും രജിസ്റ്ററിനെ അറിയാവുന്ന ചോദിച്ചാൽ ഉറപ്പായിട്ടും അറിഞ്ഞിരിക്കും. വൺ ആൻഡ് ഓൺലി കിങ് രജിസ്റ്റർ.